അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞു അല്ലേ? എക്സാം കഴിഞ്ഞ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റായി എന്താ എങ്ങനെ ആൻസർ വന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിനകത്ത് സുവോളജിയും ബോട്ടണിയും പാർട്ട് വരുന്നുണ്ട്. സാറ് വർഗീസ് സാറ് ബോട്ടണി പാർട്ട് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ 37 ക്വസ്റ്റ്യൻ, 13 ക്വസ്റ്റ്യൻ സുവോളജി പാർട്ടിലുണ്ട്. നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ബോട്ടണി പാർട്ടിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. ഇവിടെ നോക്കിയേ, സി പെപ്റ്റൈഡ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ. നമ്മൾ നോക്കിയേ, നമ്മുടെ ഇൻസുലിൻ മച്ചൂർ ഇൻസുലിന് 3 പാർട്ടാണ്. ഒരു 21 അമിനോ ആസിഡ് വരുന്ന എ പെപ്റ്റൈഡ്, 30 അമിനോ ആസിഡ് വരുന്ന ബി പെപ്റ്റൈഡ്, ഇത് ബി പെപ്റ്റൈഡ്. ഇനി ഇതിനിടയ്ക്ക് വരുന്ന സി പെപ്റ്റൈഡ് ഉണ്ട്. എന്താ രണ്ടിടയ്ക്ക് വരുന്ന സി പെപ്റ്റൈഡ്, 33 അമിനോ ആസിഡ് വരുന്ന സി പെപ്റ്റൈഡ് ഉണ്ട്. സി പെപ്റ്റൈഡ് ഇത് സി പെപ്റ്റൈഡ്, 33 അമിനോ ആസിഡിന്റെ സി പെപ്റ്റൈഡ്. ഇത് 3 കൂടെ ചേരുന്നതാണ് നമ്മുടെ പ്രോ ഇൻസുലിൻ എന്ന് പറയുന്നത്. പ്രോ ഇൻസുലിൻ. ഈ പ്രോ ഇൻസുലിൻ നമ്മുടെ ബോഡിക്കകത്ത് വെച്ച് മച്ചുർ ഇൻസുലിൻ ആകുമ്പോൾ അതിൽ നിന്ന് സി പെപ്റ്റൈഡിനെ റിമൂവ് ചെയ്യും. അപ്പൊ ഇവിടെ സി പെപ്റ്റൈഡ് ഓഫ് ഹ്യൂമൻ ഇൻസുലിൻ ഈസ് എ പാർട്ട് ഓഫ് മച്ചുർ ഇൻസുലിൻ അല്ല, റെസ്പോൺസിബിൾ ഫോർമേഷൻ ഓഫ് ഡൈസൾഫൈഡ് അല്ല, റിമൂവ് ഡ്യൂറിങ് മച്ചുറേഷൻ ഓഫ് പ്രോ ഇൻസുലിൻ ഇൻറ്റു ഇൻസുലിൻ. ഇതാണ് ആൻസർ. 3 ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കിയേ, ഇതെന്താ ഈ ഫോർമേഷൻ ഓഫ് ഡൈസൾഫൈഡ് ബോണ്ട്? ഇതിൽ നിന്ന് 21 അമിനോ ആസിഡുള്ള എ പെപ്റ്റൈഡ്, 30 അമിനോ ആസിഡുള്ള ബി പെപ്റ്റൈഡ് ഉണ്ടോ, 30 അമിനോ ആസിഡുള്ള ബി പെപ്റ്റൈഡ്. ഇവർ രണ്ടും തമ്മിൽ ഇതിനകത്ത് ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്. ഡൈസൾഫൈഡ് ബോണ്ടുകൾ ഇങ്ങനെ വരും. ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട് ഇങ്ങനെ, ഡൈസൾഫൈഡ് ബോണ്ടുകൾ. മൊത്തം മച്ചൂർ ഇൻസുലിനകത്ത് 3 ഡൈസൾഫൈഡ് ബോണ്ടുകളാണ്. അതിൽ എയും ബിയും തമ്മിൽ 2 എണ്ണം, ബിറ്റ്വീൻ എ ആൻഡ് ബി 2 എണ്ണം, എയിൽ മാത്രം 1 എണ്ണം. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് കേട്ടോ. ആൻസർ നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് എക്സിബിറ്റ് മോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി? ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത് ഏതാ? നമുക്ക് കൺസർവേഷൻ ബയോഡൈവേഴ്സിറ്റി പഠിക്കുന്ന നമുക്ക് മനസ്സിലാവും. സ്പീഷീസിൻ്റെ ഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ വരുന്നത് ഫംഗസിനാണ്. ഏറ്റവും കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വരുന്നത് ഫംഗസിനാണ്. കാരണം ജിംനോസ്പേം വളരെ കുറച്ചേ ഉള്ളൂ. ആ പ്ലാന്റ് ഗ്രൂപ്പ് എടുത്ത് നോക്കി, പ്ലാന്റ് ഗ്രൂപ്പ് എടുത്ത് നോക്കുമ്പോൾ അത് ഇങ്ങനെയാണ് ആ ചാർട്ട് വരുന്നതിനകത്ത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുക. നമുക്കറിയാം. ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഫഞ്ചയാണ്, ഇത് ആൻജിയോസ്പേം. ഇവിടെ മോസസ്, ഇവിടെ ഫേൺ ആൻഡ് അലൈഡ് ഗ്രൂപ്പ്. ഇവിടെ ആൽഗെ, ഇവിടെ വരുന്നത് ലൈക്കൻസ്. ഇങ്ങനെയാണ് പോരുക. അപ്പൊ ഇത് നോക്കിയാൽ തന്നെ അറിയാം, ഈ ഫഞ്ചാണ് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി വരുന്നത് കേട്ടോ. ഈ ചാർട്ട് നോക്കിയാൽ അറിയാം നമുക്ക് ഫഞ്ച് ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി വരുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ഈസ് ഇൻ എ സ്റ്റേറ്റ്. ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പ്രൈമറിക്ക് ക്ലൈമാക്സിനും ഇടയ്ക്ക് വരുന്നതാണ് സീറൽ സ്റ്റേജ്, ഒന്നിൽ നിന്ന് വേറെലേക്കുള്ള ട്രാൻസിഷൻ. അപ്പൊ പൈനിയർ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ അതൊരു ഫോറസ്റ്റ് ആയി കഴിയുമ്പോൾ അവിടുത്തെ പ്ലാന്റ് ആനിമൽ ഗ്രൂപ്പ് മോസ്റ്റ്ലി മെയിൻറ്റെയിൻ ആൻ ഇക്വിലിബ്രിയം. എമംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ദേ ഡെവലപ്പ് ആൻ ഇക്വിലിബ്രിയം. അപ്പോൾ ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി എപ്പോഴും ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിരിക്കും ക്ലൈമാക്സ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ സുവോളജിയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോളിക് ഡ്രിങ്ക് ഈസ് പ്രൊഡ്യൂസ്ഡ്
without a distillation. See, alcoholic drinks mostly produced through fermentation. Or sometime, if sugar is complex, along with the fermentation, എന്തുകൂടെ വേണ്ടിവരും? മാൾട്ടിങ് കൂടെ. മാൾട്ടിങ്. അപ്പോൾ സംടൈം മാൾട്ടിങ് പ്ലസ് ഫെർമെന്റേഷൻ. മാൾട്ടിങ് പ്ലസ് ഫെർമെന്റേഷൻ വേണ്ടത് സീരിയൽസ് യൂസ് ചെയ്യുമ്പോഴാണ്. ലൈക്ക് ദ പ്രൊഡക്ഷൻ ഓഫ് ബീർ, ലൈക്ക് ദ പ്രൊഡക്ഷൻ ഓഫ് വിസ്കി. ബീറിൻ്റെയും വിസ്കിയുടെയും പ്രൊഡക്ഷനാണ് നമുക്ക് എന്ത് വേണ്ടി വരുന്നത്? ഈ മാൾട്ടിങ്. അതേസമയം ഫെർമെന്റേഷൻ മാത്രം മതി റം, ഫെർമെന്റേഷൻ മാത്രം മതി ബ്രാൻഡി, ഫെർമെന്റേഷൻ മാത്രം മതി വൈൻ. അപ്പൊ ഇവിടെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആൽക്കഹോളിക് ഡ്രിങ്ക് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ? ഡിസ്റ്റിലേഷൻ കൂടാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഈ പറയുന്ന മൂന്നെണ്ണം, ഇത് മൂന്നിനും ഡിസ്റ്റിലേഷൻ വേണം. പക്ഷെ ഇതിന് നോൺ ഡിസ്റ്റിൽഡ് ആണ്. ബീറും നോൺ ഡിസ്റ്റിൽഡ് ആണ്. അപ്പം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഏതാ ഇവിടെ വേണ്ടാത്തത്? ഇതിനകത്ത് വൈൻ മാത്രമേ ഉള്ളൂ, അല്ലേ? വൈൻ മാത്രമേ വരുന്നുള്ളൂ, ഡിസ്റ്റിൽഡ് അല്ലാതെ. ബാക്കിയെല്ലാം അത് മാത്രം നോൺ ഡിസ്റ്റിൽഡ് ആണ്. നോൺ ഡിസ്റ്റിൽഡ് ആണ് നമ്മുടെ ചോദ്യം. വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ മീൻസ് നോൺ ഡിസ്റ്റിൽഡ്. നോൺ ഡിസ്റ്റിൽഡ് വൈൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താന്ന് നോക്കാം. WW ZW സെക്സ് ഡിറ്റർമിനേഷൻ ആർക്കാണ് വരുന്നത് നോക്കാം. അവിടെ ക്രൈറ്റീരിയ നോക്കിയേ. XY ടൈപ്പ് ഉണ്ട്. അത് ഹ്യൂമൻ ബീയിങ്സിൽ അങ്ങനെയൊക്കെ വരുന്ന ഓർഗാനിസങ്ങളിലൊക്കെ, മോസ്റ്റ് ഓർഗാനിസിലും. ഡ്രോസോഫിലൊക്കെ XY ടൈപ്പാണ്. മാൻ ഒരു ടൈപ്പ്. രണ്ടാമത്തെ ഒരു ടൈപ്പ് XO ടൈപ്പ് എന്ന് വിളിക്കും. ഫീമെയിലിൽ ഇതെല്ലാം ഫീമെയിലിൻ്റെ, ഈ സൈഡെല്ലാം ഫീമെയിലിൻ്റെ, സോറി ഈ സൈഡെല്ലാം ഫീമെയിലിൻ്റെതാണ്, ഇത് മെയിലിൻ്റെ. അപ്പൊ ഇത് മെയിൽ ഹെമിസൈഗസ്, ഇത് ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിൻ്റെതാ കേട്ടോ. ഗ്രാസ് ഹോപ്പറിൽ ഇങ്ങനെയാണ് ഗ്രാസ് ഹോപ്പർ. ഇനി മൂന്നാമതൊരു ടൈപ്പ് ബേർഡ്സിലൊക്കെ വരുമ്പോഴേക്കും ഫീമെയില് ഹെട്രോസൈഗസ്, മെയില് ഹോമോസൈഗസ്. അപ്പൊ അത് ബേർഡ്സിലാണ്, അല്ലേ? അപ്പൊ അവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ എന്താ ചോദ്യം? XY ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ എവിടെയാ കാണുന്നതെന്ന്. അത് ഞാൻ പറഞ്ഞല്ലോ, അത് വരാൻ ചാൻസ് ഉള്ളത് എവിടെ? ബേർഡ്സിൽ. പ്ലാറ്റിപ്പസ് അല്ല, സ്നെയിലല്ല, അതൊക്കെ നോൺ കോഡേറ്റുകളാണ്. കോക്രോച്ച് അല്ല, നോൺ കോഡേറ്റ് ആണ്. ഇവിടെ ഏത് മാത്രമേ ചാൻസ് ഉള്ളൂ? പീകോക്കിൽ മാത്രമേ ചാൻസ് ഉള്ളൂ. അത് മാത്രമേ ഒരു ബേർഡ് ഉള്ളൂ. ബേർഡ്സിലെ അങ്ങനെ സംഭവിക്കൂ. ബേർഡ്സിൽ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ മെയിൽ ഹെട്രോസൈഗോസിറ്റി, ഫീമെയിൽ ഹോമോസൈഗോസിറ്റി വരുന്ന കണ്ടീഷൻ ബേർഡ്സിൽ മാത്രമേ ഉള്ളൂ. ബേർഡ്സിലാണ് വരുന്നത്. ഇവിടുത്തെ ബേർഡ്സിലാണ് വരുന്നത്. ചില റെപ്റ്റൈൽസിലൊക്കെ ഉണ്ട്. നെക്സ്റ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ എ പ്ലാസ്മിഡ് ടു ബി യൂസ്ഡ് ആസ് എ വെക്ടർ. ഒരു പ്ലാസ്മിഡ്, ആ പ്ലാസ്മിഡിന്റെ ക്യാരക്ടർ എടുക്കുമ്പോൾ പ്ലാസ്മിഡിനകത്ത് ഒറി ഉണ്ടാകണം, പ്ലാസ്മിഡിന് റോപ്പ് ഉണ്ടാകണം, പ്ലാസ്മിഡിനകത്ത് സെലക്റ്റബിൾ മാർക്കർ ഉണ്ടാകണം. ഉണ്ടോ? അതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഓർ CLONING ക്ലോണിങ് സൈറ്റ് ഉണ്ടാകണം. പ്ലാസ്മിഡുകൾ സ്മോൾ ആയിരിക്കണം എങ്കിൽ മാത്രമേ പ്ലാസ്മിഡ് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. ഉണ്ടോ? അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ് നീഡ്
Origin or replication, most important feature. Most important feature. It have origin or replication is the most important feature. Presence of selectable marker is a character. And the presence of site of recognition site. അതാണ് ഞാൻ പറഞ്ഞ ക്ലോണിങ് സൈറ്റ് ഓർ CLONI. ക്ലോണിങ് സൈറ്റ്. റെസ്ട്രിക്ഷൻ ആൻഡ് ന്യൂക്ലിയസിന്റെ സൈറ്റ്. അപ്പൊ ഇവിടെ എല്ലാം വേണം. ആൾ ഓഫ് ദീസും ആൻസർ ആയിട്ട് വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് വരാം. വാട്ട് പാരാമീറ്റേഴ്സ് ആർ used for tiger census in our countries, national park and sanctuary? നോക്കിയേ, ഡയറക്റ്റ് കൗണ്ടിങ് പോസിബിൾ ആണ്, പക്ഷേ ടൈഗറിന്റെ കാര്യത്തിൽ ഡയറക്റ്റ് കൗണ്ടിങ് പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒന്ന് എന്യൂമറേഷൻ നടത്തും. എന്യൂമറേഷൻ കണ്ടോ? അപ്പൊ എന്യൂമറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ഒക്കെ അങ്ങനെയാ സംഭവിക്കുക. കാറ്റിൽസിന്റെയും പറ്റും നമുക്ക്. എത്ര ഇന്ത്യക്കകത്ത് എത്ര കാറ്റിൽസ് ഉണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൗണ്ട് ദി exact number of tiger or lion or elephant in a forest because they are moving from one place to another place. So എന്താ പറ്റുക? അവിടെ നമുക്ക് ആക്യുറേറ്റ് പറ്റില്ല. പിന്നെ ആക്യുറേറ്റ് അല്ലാതെ നമുക്ക് ഒരു അബ്സല്യൂട്ട് പറ്റാതെ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പക്മാർക്കിന്റെ ബേസിൽ അല്ലെങ്കിൽ ഫീക്കൽ പെല്ലറ്റിന്റെ ബേസിലൊക്കെയാണ് ഒരു റിലേറ്റീവ് കണ്ടുപിടിക്കും. റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പൊ എന്യൂമറേഷൻ പോസിബിൾ അല്ല, അതുകൊണ്ടാണ് നമ്മൾ പക്മാർക്കൊക്കെ യൂസ് ചെയ്തത്. അപ്പൊ ആൻസർ ഏതാ? 2 ആണ് ആൻസർ ആയിട്ട് വരിക. 13. In RNAi, genes are silenced using. In RNAi, genes are silenced using. നോക്കിയേ, ഒരു mRNA. This mRNA produce a protein. mRNA produce a protein. അപ്പൊ എന്ത് ചെയ്യും? This protein provides certain favorable factor for the existence of parasite in plant body. But fortunately, ഇതിന്റെ പ്രൊഡക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ മേക്ക് ദിസ് ഡബിൾ സ്ട്രാൻഡഡ് RNA ആക്കി മാറ്റണം. മേക്ക് ദിസ് ഡബിൾ സ്ട്രാൻഡഡ് RNA ഉണ്ടല്ലോ പറഞ്ഞു. അങ്ങനെ ഡബിൾ സ്ട്രാൻഡഡ് RNA ആക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡബിൾ സ്ട്രാൻഡഡ് RNA ആക്കി മാറ്റാൻ ഇതുപോലെ DNA ഫ്രാഗ്മെന്റ് എടുത്തിട്ട് ഈ DNA ഫ്രാഗ്മെന്റിന്റെ സെൻസ് സ്ട്രാൻഡിൽ നിന്നും നോൺ സെൻസ് സ്ട്രാൻഡിൽ നിന്നും RNA ട്രാൻസ്ക്രൈബ് ചെയ്യിക്കും. എന്നിട്ടപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആയിട്ട് അങ്ങ് മാറും. കോംപ്ലിമെന്ററി RNA ആക്കി ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കി മാറ്റും. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ മക്കളെ? ഡബിൾ സ്റ്റാൻഡേർഡ് RNA ബൈ യൂസിങ് ഡബിൾ സ്റ്റാൻഡേർഡ് RNA. എത്രാമത്തെ ക്വസ്റ്റിനാ? 13ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ. അതിനെ ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആക്കി മാറ്റുമ്പോഴാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഓൺലി പ്രൊഡ്യൂസ് പ്രോട്ടീൻ. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA മാത്രമേ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ കേട്ടോ. ഇല്ലാത്ത ഡബിൾ സ്റ്റാൻഡേർഡ് RNA പിന്നെ പ്രോട്ടീൻ ഉണ്ടാകത്തില്ല, സൈലൻസ് ആയിപ്പോയി. ആൻസർ 3 ഡബിൾ സ്റ്റാൻഡേർഡ് RNA. Okay. Next question. Question number 14. Which one of the following material takes the longest time for biodegradation? ഈ തന്നിരിക്കുന്നതെല്ലാം ബയോഡിഗ്രേഡബിൾ ആണ്. കോട്ടൺ ബയോഡിഗ്രേഡബിൾ, പേപ്പർ, ബോൺ ബയോഡിഗ്രേഡബിൾ, ജൂട്ട് ബയോഡിഗ്രേഡബിൾ. But among these, the bone is formed of calcium pectate, കാൽസ്യം കമ്പൗണ്ടുകളാണ്. ഇറ്റ് ടേക്ക് ലോങ് ടൈം. ബോൺ ഡീഗ്രേഡബിൾ ആണെങ്കിലും ഇറ്റ് ടേക്ക് ലോങ് ടൈം ദാൻ എനി അതർ. അതിനകത്തുള്ള മെറ്റീരിയലിന്റെ പ്രത്യേകത ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് റിസൾട്ട് ഇൻ വേരിയേഷൻ എമംഗ് സിബ്ലിംഗ്? ഇതിന് വേരിയേഷൻ എമംഗ് സിബ്ലിംഗ് ഉണ്ടാകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് റിസൾട്ട് ചെയ്യാത്ത ഏതുകൊണ്ടാണ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ്, ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് റിസൾട്ട് ഇൻ വേരിയേഷൻ എമംഗ് സിബ്ലിംഗ്? സിബ്ലിങ്ങിൽ വേരിയേഷൻ ഉണ്ടാക്കാത്തത് നോക്കട്ടെ. ഇൻഡിപെൻഡന്റ് അസാർട്ട്മെന്റ്, ക്യാപിറ്റൽ T, സ്മോൾ t, ക്യാപിറ്റൽ R, സ്മോൾ r.
ക്യാപിറ്റൽ ടിയോടൊപ്പം ഇരിക്കുന്ന ജീൻ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ പോകുന്നു, അല്ലേ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ഉണ്ടാവുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഉണ്ടാകുന്നു, സ്മോൾ ടി ക്യാപിറ്റൽ ആർ ഉണ്ടാകുന്നു, സ്മോൾ ടി സ്മോൾ ആർ ഉണ്ടാകുന്നു. ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അപ്പൊ ഇത് വേരിയേഷൻ ഉണ്ടാക്കും. 2, ക്രോസിംഗ് ഓവർ. ക്രോസിംഗ് ഓവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ DNA ഇതൊരു ക്രോമസോമാണ്. ഈ ക്രോമസോം വേറൊരു ക്രോമസോമായിട്ട് ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്യുന്നു. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എന്ന ജീനും ഇവിടെ സ്മോൾ എന്ന ജീനും ആണെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ക്രോമസോമിനകത്ത് സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി, മറ്റേതിനകത്ത് ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി, ഇങ്ങനെയാണ് 2 ക്രോമസോം. ക്രോസ് ഓവർ നടത്തുമ്പോൾ ഈ ക്യാപിറ്റൽ എ ഇവിടെയും സ്മോൾ എ അപ്പുറത്തും പോകും. അപ്പൊ എങ്ങനെ വരും? ക്യാപിറ്റൽ എ, സ്മോൾ ബി, സ്മോൾ സി, സ്മോൾ ഡി. മറ്റേടത്തോ സ്മോൾ എ, സ്മോൾ ബി, സ്മോൾ സി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ ഡി, ഇങ്ങനെ വരും. അപ്പൊ അവിടെയും വേരിയേഷൻ ഉണ്ടാവും. കണ്ടോ? അവിടെ വേരിയേഷൻ ഉണ്ടാവുന്നു. അപ്പൊ വേരിയേഷൻ ഉണ്ടാക്കും ക്രോസിംഗ് ഓവർ. 3, ലിങ്കേജ്. ലിങ്കേജ് എന്ന് പറയുന്നത് ഒരു ക്രോമസോം, ആ ക്രോമസോം അതിവിടെ എ എന്ന ജീൻ, ഇവിടെ ബി എന്ന ജീൻ, സി എന്ന ജീൻ, ഡി എന്ന ജീൻ, ഇങ്ങനെ ഇരിക്കും. ഈ ഏതെങ്കിലും ജീനുകളൊക്കെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആണെങ്കിൽ ദേ കനോട്ട് സെഗ്രിഗേറ്റ്. ഒരിക്കലും സെഗ്രിഗേറ്റ് ചെയ്ത് പോവില്ല, സെപ്പറേറ്റ് ചെയ്യില്ല. അപ്പം ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞൊരു ജീനോടൊപ്പം ക്യാപിറ്റൽ ആർ എന്ന ജീനുണ്ട്. These 2 genes are very close. That 2 gene cannot segregate or separate into 2 gametes. ഇവർ രണ്ടും കൂടെ ഒരേ ഗമീറ്റിലേക്ക് പോവുള്ളൂ. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ, ഇവർ ഒരു ലോക്കസിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇവർ തമ്മിൽ എപ്പോഴും ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആറായിട്ട് മാത്രമേ ഇരിക്കുള്ളൂ. ഒരിക്കലും ക്യാപിറ്റൽ ടി സ്മോൾ ആറോ സ്മോൾ ടി ക്യാപിറ്റൽ ആറോ കിട്ടില്ല. അപ്പൊ പേരന്റൽ ടൈപ്പ് മാത്രം കിട്ടിക്കൊണ്ടിരിക്കും, വേരിയേഷൻ ഉണ്ടാവില്ല. അപ്പൊ ലിങ്കേജ് ആണ് നമ്മുടെ ആൻസർ. മ്യൂട്ടേഷനും ചേഞ്ച് ഉണ്ടാക്കും. അപ്പോ സർ പറഞ്ഞ് മനസ്സിലായി കാണും, അതിന് മാത്രമേ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ലിങ്കേജ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞു? ഓക്കെ. 16ാമത്തെ ക്വസ്റ്റ്യൻ. അമെൻസാലിസം ഈസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ 2 സ്പീഷീസ് വെയർ. അമെൻസാലിസം എന്ന് പറയുന്നത് ആന്റിബയോട്ടിക് ചില മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആന്റിബയോട്ടിക് ചില മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദിസ് ആന്റിബയോട്ടിക് നെവർ ഇൻഫ്ലുവൻസ് ദാറ്റ് മൈക്രോബ്, നെവർ ഹാം ദാറ്റ് മൈക്രോബ്. അപ്പോ അത് ഇറ്റ് ഹർട്ട് or harm other microbes. മറ്റു മൈക്രോബ്സിനെ അഫക്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ആന്റിബയോട്ടിക് ഡിസ്ട്രോയ് ഒന്നിനെ നശിപ്പിക്കും. ബട്ട് ദ പ്രൊഡ്യൂസർ ഹാസ് നോ ഇഫക്റ്റ്. ഇറ്റ് അഫക്റ്റ് അതർ ഓർഗാനിസം വിത്തൗട്ട് ഹാമിങ് ദം. അപ്പോൾ ഒന്ന് നെഗറ്റീവ്, മറ്റു പോസിറ്റീവ്. അപ്പൊ നമുക്ക് നോക്കാം. ഓൺ സ്പീഷീസ് ഇസ് ഹാംഡ്, അതർ ഈസ് ബെനിഫിറ്റഡ്. അങ്ങനെ ബെനിഫിറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓൺ സ്പീഷീസ് ഹാം, അതർ ഈസ് അൺഅഫക്റ്റഡ്. അതാ ശരി. 2 ശരിയായിട്ട് വരുന്നത്. അൺഅഫക്റ്റഡ് ആണ്, ബെനിഫിറ്റ് ഒന്നുമില്ല. ഇനി ഓൺ സ്പീഷീസ് ഇസ് ബെനിഫിറ്റ്, അതർ അൺഅഫക്റ്റഡ്, അതുമല്ല. ഇതല്ല, ഇതുമല്ല. ഇതാണ് ശരിയായിട്ട് വരുന്നത്. 17. Which one of the following is an ecosystem service provided by natural ecosystem? ഒരു നാച്ചുറൽ ഇക്കോസിസ്റ്റം കൊടുക്കുന്ന സർവീസ്. ന്യൂട്രിയൻ സൈക്ലിംഗ് ഉണ്ടാക്കും, ശരിയാണ്. പ്രിസർവേഷൻ ഓഫ് സോയിൽ ചെയ്യുന്നുണ്ട്, ശരിയാണ്. പൊല്യൂട്ടന്റ് അബ്സോർഷൻ ആൻഡ് റിഡക്ഷൻ ഇൻ ദ ത്രെറ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്, അതും കറക്റ്റ് ആണ്. അപ്പൊ ആൾ ഓഫ് ദീസ് ആൻസർ ആണ്. 17ന്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. പറഞ്ഞു മനസ്സിലായോ? ഓൾ ഓഫ് ദീസ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ആൻസർ 4. ക്വസ്റ്റ്യൻ നമ്പർ 18. അമിനോ ആസിഡ് അറ്റാച്ച് ടു TDNA അറ്റ് ഇറ്റ്സ്. ഒരു TDNA നമുക്കറിയാലോ, TDNAയുടെ ഷേപ്പ് ക്ലോവർ ലീഫിന്റെ ഷേപ്പാണ്.
ഇങ്ങനെ ഇരിക്കും. ഈ ഷേപ്പിലിരിക്കുന്നത് അമിനോ ആസിഡ് എവിടെ അറ്റാച്ച് ചെയ്യുമെന്നാണ് നമ്മുടെ ചോദ്യം, അല്ലേ? അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്യുന്നത് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? അപ്പം ഇത് എടുക്കുമ്പോൾ ഇതാണ് 5' എൻഡ്, ഈ കാണുന്ന അതിൻ്റെ 3' എൻഡാണ്. ഫോൾഡ് ചെയ്തിങ്ങനെ ഡബിൾ സ്റ്റാൻഡ് പോലെ ഇരിക്കുന്നേ ഉള്ളൂ. കണ്ടോ? ഇവിടെ അമിനോ ആസിഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത് 3' എൻഡിലാണ് അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്യുന്നത്. എവിടെ? 3'. അപ്പോൾ ഒരു ടിആർഎൻഎയുടെ ഓരോ ലോബിനും ഓരോ ഫങ്ഷനാണ് ഫോൾഡിൻ്റെ ലോബിന്. പക്ഷെ 5' ഫ്രീ ആയിട്ടിരിക്കും, 3' അമിനോ ആസിഡ്. ഇപ്പം നമ്മുടെ ആൻസർ ഏതാ? 3' എൻഡ് എന്ന് നമ്മൾ പറയും. ഓക്കെ, 19. 20ാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. 20. വേരിയേഷൻ ഡ്യൂറിങ് മ്യൂട്ടേഷൻ ഓഫ് മിയോസൈറ്റ് റീകോമ്പിനേഷൻ ആർ. വേരിയേഷൻ ഡ്യൂറിങ് മ്യൂട്ടേഷൻ ഓഫ് മിയോസൈറ്റ് റീകോമ്പിനേഷൻ ആർ എന്താ വരിക? വേരിയേഷൻ ഡ്യൂറിങ് മ്യൂട്ടേഷൻ. അതെന്ന് പറയുന്നത് റാൻഡമായിട്ടുണ്ടാകുന്നതാണ്. നോക്കിയേ, വേരിയേഷൻ ഉണ്ടാകുന്നത് ഡ്യൂറിങ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷയുടെ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അതിങ്ങനെ സ്പെസിഫിക് എന്ന് പറയാം, അത് റാൻഡം ആയിരിക്കും. റാൻഡം. പിന്നെ ഇന്ന ഡയറക്ഷനിലേക്ക് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഈ ഇക്കോളജി പാർട്ടിൽ ഇവല്യൂഷൻ പാർട്ടിലാണ് പഠിക്കുന്നത്. റാൻഡമായിട്ടാണ് ഉണ്ടാവുന്നത്. ഡയറക്ഷൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കല്ല. അപ്പോൾ ഡയറക്ഷൻ അത് റാൻഡം ആയിരിക്കും, ഡയറക്ഷൻലെസ് ആയിരിക്കും, പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കല്ല സംഭവിക്കുക. നെക്സ്റ്റ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് നൈട്രജൻ ഫിക്സിംഗ് ഓർഗാനിസം? ഇത് നൈട്രജൻ ഫിക്സിംഗ് അല്ലാത്തതാ ചോദിച്ചിരിക്കുന്നത്. അനബീന, അത് ഫ്രീ ആയും നൈട്രജനെ ഫിക്സ് ചെയ്യും, സിംബയോട്ടിക് വിത്ത് അസോള. നോസ്റ്റോക്ക് ഫ്രീ ആണ്, സിംബയോട്ടിക് വിത്ത് സൈക്കസ്. അതേസമയം അസറ്റോബാക്ടർ, സ്യൂഡോമോണസ്, നമ്മൾ അസറ്റോബാക്ടർ എടുക്കുമ്പോൾ അസറ്റോബാക്ടർ അതും ഫ്രീ ആണ്, നൈട്രജൻ ഫിക്സിംഗ് ആണ്. അത് ഫ്രീയാ, നൈട്രജൻ ഫിക്സിംഗ്. പക്ഷെ സ്യൂഡോമോണസ് നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതല്ല, പിന്നെ ഡി നൈട്രജൻ ഫിക്സിംഗ്. ഉണ്ടോ? നൈട്രജനെ ഫിക്സ് ചെയ്യല്ല അവർ ചെയ്യുന്നത്, നൈട്രജനെ സ്പ്ലിറ്റ് ചെയ്ത് വിടുക, അല്ലേ? ഡി നൈട്രജൻ ഫിക്സിംഗ്. നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റ് ആക്ടിവിറ്റി. ഡി നൈട്രജനേറ്റ് ചെയ്യാം, ഫിക്സിങ്. നൈട്രജനെ ഫിക്സ് ചെയ്യുന്നതല്ല, ഡി നൈട്രജൻ നടത്തുന്നവരാണ്. എന്ന് വെച്ചാൽ നൈട്രജൻ കമ്പൗണ്ടുകളെ നൈട്രജൻ ആക്കും, കൺവേർട്ട് NO3 ടു നൈട്രജൻ ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് സ്യൂഡോമോണസ് ആണ് ആൻസർ ആയിട്ട് വരിക. 22. Which of the below mentioned organism exhibit less seasonal variation? സീസണൽ വേരിയേഷൻ ഏറ്റവും കുറവുള്ള എവിടുത്തെ ഓർഗാൻസാ സീസണൽ വേരിയേഷൻ ഏറ്റവും കുറച്ച് കാണിക്കുന്നത്? നോക്കാം. ട്രോപ്പിക് റീജിയനിൽ ഒരു 27 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ, ഒരു 400 സെന്റിമീറ്റർ വരെ റെയിൻ. ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോഴേക്കും ഒരു 32 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 200 വരെ റെയിനും. അൽപൈൻ റീജിയനിലെ ടെമ്പറേച്ചർ ലെസ് ദാൻ 0 ആൻഡ് റെയിൻഫാൾ ഒരു 100 സെന്റിമീറ്റർ ഒക്കെ വരാറുണ്ട്. ഉണ്ടോ? അപ്പൊ ഇവിടെ എവിടെയാ വേരിയേഷൻ ഏറ്റവും കുറവ് വരുന്നു? എനിക്ക് ഒരു വർഷത്തിലെ 9 to 11 മന്ത്സും ഒരേ ക്ലൈമറ്റാണ്. ഇവിടെയാണ് ഏറ്റവും കുറച്ച് വേരിയേഷൻ ഉണ്ടാവുക. ഓക്കെ. 23. വൈൽ ഐസൊലേറ്റിംഗ് DNA ഫ്രം ബാക്ടീരിയ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈം ഈസ് നോട്ട് യൂസ്ഡ്? യൂസ് ചെയ്യാത്ത എൻസൈം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അവിടെ ലൈസോസൈം വേണം, റൈബോന്യൂക്ലിയസ് വേണം. ലൈസോസൈം വേണം സെൽ വാളിനെ പൊട്ടിക്കാൻ,
റൈബോ ന്യൂക്ലിയസ് വേണം RNA ഒഴിവാക്കാൻ. പ്രോട്ടിയേസ് എൻസൈം വേണം പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ. വേണ്ടി വരും പ്രോട്ടീൻ ഉണ്ടെങ്കിൽ. അവിടെ ഒരിക്കലും ഡിയോക്സി റൈബോ ന്യൂക്ലിയസ് വേണ്ടിവരില്ല. ഡിയോക്സി റൈബോ ഓക്സിജനെ റിമൂവ് ചെയ്യുന്നത്. ഡിയോക്സി റൈബോ DNA യൂസ് ചെയ്യുക. ഉണ്ടോ? ഡിയോക്സി റൈബോ വേണ്ടി വരില്ല. റൈബോ ന്യൂക്ലിയസ് എൻസൈം. അപ്പൊ മൂന്നാമത്തെ എൻസൈം ഡിയോക്സി റൈബോ ന്യൂക്ലിയസ് എൻസൈം വേണ്ട. ഓക്കെ, ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 24. The F2 generation of Mendelian dihybrid cross, the number of phenotype and genotype are. മൊത്തം നമുക്ക് 16 ഇൻഡിവിജ്വലാണ് ഉണ്ടാകുക. ആ 16 ഇൻഡിവിജ്വലില് എത്ര ഫീനോടൈപ്പ് ഉണ്ടാകുന്നു, എത്ര ജീനോടൈപ്പ് ഉണ്ടാകുന്നു ചോദിക്കും. നമുക്ക് നോക്കാം ഏത് ആൻസർ ആയിട്ട് വരുമെന്ന്. എത്ര മെൻഡേലിയൻ ക്രോസിനകത്ത് എത്ര എണ്ണം നോക്കാം. അവിടെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ്. ഫീനോടൈപ്പ് 9 tall red, 3 tall white, 3 dwarf red, and 1 dwarf white. ഇങ്ങനെയാ വരിക. കണ്ടോ? ഇത്രയും ഉണ്ട്. അപ്പൊ 4 ഫീനോടൈപ്പുകൾ ഉണ്ടാകും. ഇനി എത്ര ജീനോടൈപ്പാ? 1:2:1:2:4:2:1:1. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ഫീനോടൈപ്പും വരും. 1:2:1, 1:2:4:2:1:1. ഇതാണ് അവിടുത്തെ ജീനോടൈപ്പിന്റെ റേഷ്യോ. അപ്പോൾ 9 എണ്ണം വരും. അപ്പൊ മൊത്തം ആൻസർ 4 ഉണ്ടോ? ഇതാണ് ആൻസർ ആയിട്ട് വരിക. 26ാമത്തതിലേക്ക് വരുമ്പോൾ ന്യൂക്ലിയോസൈഡ് ഡിഫർ ഫ്രം ന്യൂക്ലിയോടൈഡ്. ഇല്ല, ന്യൂക്ലിയോസൈഡ് ഒരു പെൻഡാഷുഗർ, ഇതൊരു പെൻഡാഷുഗർ. 1, 2, 3, 4, 5 ഒരു പെൻഡാഷുഗർ. ഈ പെൻഡാഷുഗറിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റത്തിനകത്ത് ഒരു നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യും. ഇവിടെ നൈട്രജൻ ബേസ് അറ്റാച്ച്. അപ്പോൾ ഇനി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കാർബൺ ആറ്റത്തിനകത്ത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരുന്നു. ഉണ്ടോ? 5th ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. ഉണ്ടോ? 3rd 5th. അപ്പൊ ഇതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ്. അപ്പം നൈട്രജൻ ബേസ്, ഷുഗർ, ഫോസ്ഫേറ്റ് ഇത് വരുവാണെങ്കിൽ ന്യൂക്ലിയോടൈഡായി. എന്നാൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്തായി? ന്യൂക്ലിയോടൈഡായി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ വ്യത്യാസം എന്തോ? ന്യൂക്ലിയോസൈഡ് ഡിഫർ ഫ്രം ന്യൂക്ലിയോസൈഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് ലാക്ക് ഓഫ്. ഏതിന്റെ ലാക്ക് അനുസരിച്ചാ? ഇല്ലാതെ വരുന്നതനുസരിച്ചാ? അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവില്ല. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് അത് ന്യൂക്ലിയോസൈഡ് ആവും. ഇല്ലെങ്കിൽ അപ്പൊ ഇവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും, ഇവിടെ നോ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വരും. ഓക്കെ, അപ്പൊ ആൻസർ നെക്സ്റ്റ് നോക്കാം. Which of the following is a post-fertilization event in flowering plant? Post-fertilization event in flowering plant. അപ്പൊ ഏതാ post-fertilization event? എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ആണ്. ബാക്കി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫെർട്ടിലൈസേഷൻ മുമ്പേ ആണ്. ഫോർമേഷൻ ഓഫ് ഫ്ലവർ ഒക്കെ വേറെയാ അല്ലേ? ഓക്കെ, ഫോർമേഷൻ ഓഫ് പോളൻ ഒക്കെ മുമ്പെയാണ് നടക്കുന്നത്. 29. There is no natural death in single-celled organism like amoeba, bacteria, because they cannot reproduce sexually. അല്ല, they are reproduced by binary fission. The parental body distributed among the. നോക്കാം, ഇതാണ് ബാക്ടീരിയ. ഇത് ബാക്ടീരിയ ഡിവൈഡ് ചെയ്ത് 2 എങ്ങോണ്ണായിട്ട് അങ്ങ് മാറുക ചെയ്യുന്നത്.
എങ്ങോട്ടായിട്ടൊക്കെ മാറി. അങ്ങനെ മാറിക്കഴിയുമ്പോൾ പേരന്റൽ ബോഡി as such is divided into two. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഉണ്ട്. പേരന്റൽ ബോഡി ഡിസ്ട്രിബ്യൂട്ടഡ് among the offspring. അപ്പൊ ഇതൊന്നും ആൻസർ അല്ല, ഇതാണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ. 31. The correct statement from the following. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ചൂസ് ദ കറക്റ്റ്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ ആക്ട് ഓൾവേസ് എക്സിബിറ്റ് ഓട്ടോഗമി. അതിൽ സെൽഫ് പോളിനേഷനെ നടക്കുകയുള്ളൂ. ശരിയാണ്. ചാസ്മോഗാമസ് ഫ്ലവർ ആൾവേസ് എക്സിബിറ്റ് ജൈറ്റ്നോഗമി. അതല്ല. സെൽഫ് പോളിനേഷൻ ഓട്ടോഗമി നടത്താം, സീനോഗമി നടത്താം. ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എക്സിബിറ്റ് ബോത്ത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഫ്ലവർ നെവർ ഓപ്പൺ. പിന്നെ എങ്ങനെയാ? ഓക്കെ. അടുത്ത ചാസ്മോഗാമസ് ഫ്ലവേഴ്സ് നെവർ എക്സിബിറ്റ് ഓട്ടോഗമി. ചാസ്മോഗാമസ് ഫ്ലവർ ഓട്ടോഗമി നെവർ. അതും തെറ്റാണ്. അപ്പോൾ ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ, ഒന്നാമത്തെ മാത്രം. 32. ഡ്യൂറിങ് മൈക്രോസ്പോറോജെൻസിസ് മിയോസിസ് ഒക്കറിൻ. മൈക്രോസ്പോറോജെൻസിസ് നടക്കുമ്പോൾ എവിടെയാണ് മിയോസിസ് നടക്കുന്നത്? എവിടെയാണ് മിയോസിസ് നടക്കുന്നത്? മിയോസിസ് നടക്കേണ്ടത് സ്പോറോജീനസ് സെൽസ്. ആ സ്പോറോജീനസ് സെല്ലിനകത്തുനിന്ന് പോളൻ മദർ സെൽ ഓർ മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവും. ആ മൈക്രോസ്പോർ മദർ സെല്ലിലാണ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പൊ 2 ആൻസർ ആയിട്ട് വരിക. ഓക്കെ. 33. ഇൻ എംബ്രിയോസാക് ദ സെൽ ദാറ്റ് ഡീജനറേറ്റ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ ഡീജനറേറ്റ് ചെയ്തു പോകുന്നത് എംബ്രിയോസാക്കിന് എന്തൊക്കെയുണ്ട്? ഇവിടെ ആന്റിപോഡൽ സെൽ ഉണ്ട്, ആന്റിപോഡൽ സെൽ. ഇവിടെ ഒരു എഗ് ഉണ്ട്, 2 സിനർജിഡ്സ് ഉണ്ട്. ഇവിടെ പോളാർ ന്യൂക്ലിയ വരുന്നുണ്ട്. ഇതിൽ നിന്ന് എൻഡോസ്പേം ഉണ്ടാകും, ഇതിൽ നിന്ന് എംബ്രിയോ ഉണ്ടാകും. പിന്നെ ഇത് വേണ്ട, ഇത് രണ്ടും വേണ്ട. അപ്പൊ പോകുന്ന ഏതൊക്കെയാ? സിനർജിഡ്സും ആന്റിപോഡൽ സെൽസും പോവും. അതാണ് 33ന്റെ ആൻസർ. ആന്റിപോഡൽ സെൽസ്. 34. The primary treatment of wastewater involved the removal of. അവിടെ പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. അവിടെ നടക്കുന്നത് ഫിൽട്രേഷനാണ്. അതുപോലെ സെഡിമെന്റേഷനാണ്. ഫിൽട്രേഷനും സെഡിമെന്റേഷനും നടക്കുമ്പോൾ സ്റ്റേബിൾ പാർട്ടിക്കിളിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഉണ്ടോ? സ്റ്റേബിൾ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്തത്. അപ്പോ ആ ഫിൽട്രേഷനും സെഡിമെന്റേഷനോട് ആ പ്രോസസ്സ് നടക്കുള്ളൂ അവിടെ. അതുകൊണ്ടാണ് നടക്കുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ 36. അഗറോസ് ജെൽ ഇലക്ട്രോപോറോസിസ്. DNA molecules are separate on the basis of their. നോക്കാം. ഇതുപോലൊരു ഗ്ലാസ് പ്ലേറ്റിനകത്താണ് അഗറോസ്റ്റോൾ ജെൽ ഇരിക്കുന്നത്. ഇവിടെ വെല്ലുണ്ട്, ഇവിടെ നെഗറ്റീവ് പോളും ഇവിടെ പോസിറ്റീവ് പോളുമാണ്. അപ്പൊ DNA നെഗറ്റീവ് ആയതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ പോകുമ്പോൾ ഓർക്കണം, ഇതൊരു നെറ്റ് പോലെ ആയിരിക്കുന്നത്. പോളിമറാണ് അഗറോസ്. വാട്ടറിലോ EDTA DTPA ഡൈഎത്തിലീൻ പോലുള്ള DTPA ഡൈഎത്തിലീൻ ട്രൈഅമീൻ പെന്റാസിറ്റിക് ആസിഡ് പോലെയുള്ള മെറ്റീരിയൽ. എത്തിലീൻ ഡൈഅമീൻ ടെട്രാസിറ്റിക് ആസിഡ്, ട്രൈ അസിറ്റേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് ഡ്രസ്സുകൾ എടുത്ത് ഇത് നല്ല വല പോലെ ഇരിക്കും. വലിയ വലിയ ഫ്രാഗ്മെന്റ് ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. വലിയ ഫ്രാഗ്മെന്റ് ഇവിടെ തന്നെ നിൽക്കും. ചെറിയ ഫ്രാഗ്മെന്റ് ദൂരേക്ക് പോകും. അപ്പൊ ഇവിടെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഏതിന്റെ ബേസിലാ? സൈസ് ഒൺലിയുടെ ബേസിലാണ്. ഒൺലി സൈസ് ഉണ്ടോ? ഓക്കെ. ഇനി the organism which causes disease in plant and animals are called pathogens. അയ്യേ കൊച്ചു. ഓക്കെ. ഇനി the phenomenon observed in some plant wherein part of sexual reproduction is used for forming embryo without fertilization. നോക്കിയേ, ഓവ്യൂളിന്റെ ചില പാർട്ടിൽ നിന്നൊക്കെ നേരിട്ട് എന്തുണ്ടാവും മക്കളെ? എന്തുണ്ടാവും? നേരിട്ടങ്ങ് സൈഗോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ എംബ്രിയോ. അതിനെ വിളിക്കുന്ന പേര് അപ്പോമിക്സിസ് എന്നാണ്. ആ പ്രോസസ്സിനെ മാംഗോയിലും സിട്രസിലും ഒക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. 41. സിക്കിൾ സെൽ അനീമിയ. കഴിഞ്ഞ ഒരു ക്വസ്റ്റിനകത്തും സാർ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഏതാ?
GUG എന്ന് പറയുന്ന ആ അമിനോ ആസിഡ്. ഇത് GUG, ഇതാണ് ഏതിനെ? ട്രിപ്റ്റോഫാൻ. അതിന് പകരം വാലീൻ വരും, ഗ്ലൂട്ടാമിക് ആസിഡ്. ഇത് ഗ്ലൂട്ടാമിക് ആസിഡിൻ്റെതാണ്. എന്നാൽ അതിന് പകരം GAG വരും, GAG. അങ്ങനെ GAG വന്നു കഴിഞ്ഞാൽ അതെന്താകും? അത് വാലീൻ്റെതായിട്ട് മാറും, GUGക്ക് പകരം. ഇത് വാലീൻ. അത് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞൊരു ക്വസ്റ്റിനകത്ത് സാർ ഡിസ്കസ് ചെയ്തത്, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല. ഇതാണ് ആൻസർ. 43. The term clone cannot be applicable to offspring formed by sexual reproduction because sexual reproduction എപ്പോഴും എന്തുണ്ടാവും? വേരിയേഷന് ചാൻസ് കൂടുതല. Offspring do not possess exact copy of parental DNA. റീകോമ്പിനേഷൻ നടന്നിട്ടുണ്ടാവും. CROSSING ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. 44. പ്രോട്ടോക്സിനീസ്, ഒരു പ്രോട്ടോക്സിൻ. ഈ പ്രോട്ടോക്സിൻ എന്ന് പറയുന്നത് എന്താ ശരിക്കും? പ്രോട്ടോക്സിൻ നമ്മൾ കണ്ടിട്ടുണ്ട്, BT ടോക്സിനൊക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഈ പ്രോട്ടോക്സിൻ എപ്പോഴും ഇനാക്റ്റീവ് ടോക്സിനാണ്. ഇനാക്റ്റീവ് ടോക്സിൻ, ഡീനേച്ചർ അല്ല, ഇനാക്റ്റീവ് ടോക്സിൻ, ആക്റ്റീവ് അല്ല. 40. During process of ecological succession, change that takes place in communities are other orderly ആണ്, സീക്വൻഷ്യൽ ആണ്. ഓർഡർലി സീക്വൻഷ്യൽ പ്രോസസ് ആണ് നടക്കുന്നത്. 46. Which of the following step in transcription is catalyzed by RNA polymerase? RNA polymerase ഏത് പ്രോസസ്സിനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്? ഇലോങ്ങേഷൻ പ്രോസസ്. ഇനിഷ്യേഷൻ അല്ല, ടെർമിനേഷൻ അല്ല. ഇത് ഇനിഷ്യേഷൻ ഫാക്ടറും ഇത് ടെർമിനേഷൻ ഫാക്ടറും. ഇലോങ്ങേഷനെയാണ് RNA പോളിമറൈസ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിനകത്ത്, ഫോർമേഷൻ ഓഫ് RNA പ്രോസസ്സിനകത്ത്. 47. സൊണാലിക ആൻഡ് കല്യാൺ സോണ ആർ വെറൈറ്റി ഓഫ്. അത് രണ്ടും എന്താ സാധനം? രണ്ടും വീറ്റ് വെറൈറ്റികളാണ്. രണ്ടും ഹൈബ്രിഡ് വെറൈറ്റി വീറ്റുകളാണ്. 48. അക്കോർഡിംഗ് ടു അലൻസ് റൂൾ, മാമൽ ഫ്രം കോൾഡ് ഏരിയ. കോൾഡ് ഏരിയയിലാകുമ്പോൾ അവരുടെ സർഫസ് ഏരിയ കുറയ്ക്കണം. സർഫസ് ഏരിയ കുറയ്ക്കണമെങ്കിൽ ഇയർ ലോബ്സ് ചെറുതായിരിക്കണം, സ്നൗട്ട് ചെറുതായിരിക്കണം, ലിംസ് ചെറുതായിരിക്കണം. അപ്പൊ അവർക്ക് എന്താ വരിക? ഷോർട്ട് ഇയർ ആൻഡ് ഷോർട്ട് ലിംസ്. 4 ആൻസർ ആയിട്ട് വരിക. ഇത് ആൻസർ ആയിട്ട് വരും. ഓക്കെ. 49. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? നോക്കാം. പാർത്തീനിയം എൻഡമിക് അല്ല, എക്സോട്ടിക് ആണ്. പുറത്തുനിന്ന് വന്ന സ്പീഷീസാണ് കേട്ടോ, എക്സോട്ടിക് സ്പീഷീസ് ആണ്. ഇനി ആഫ്രിക്കൻ കാറ്റ്ഫിഷ് കനോട്ട് ത്രെട്ട് ഇൻഡോജീനിയസ് അല്ല, ക്യാൻ. ഇതറ്റ ത്രെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ക്രിയേറ്റ് ത്രെട്ടാണ്, നോട്ടല്ല, ക്രിയേറ്റ് ത്രെട്ടാണ്. സ്റ്റെലാർ സീ കൗ ഈസ് ആൻ എക്സ്റ്റേണൽ ആനിമൽ. സ്റ്റെലാർ സീ കൗ ആൻ എക്സ്റ്റിങ്ക്ട് ആനിമൽ. എക്സ്റ്റിങ്ക്ട് ആയി പോയി. എന്താ? സ്റ്റെലാർ സീ കൗ റഷ്യൻ ആനിമൽ ആയിരുന്നു. അത് കറക്റ്റാണ്. ലൻഡാന ഈസ് പോപ്പുലർലി നോൺ ആസ് ക്യാരറ്റ് ഗ്രാസ്. ലെൻഡാനെ അല്ല ക്യാരറ്റ് ഗ്രാസ് എന്നറിയപ്പെടുന്ന പാർത്തീനിയത്തെയാണ്. ഇതാണ് ശരിക്കും ക്യാരറ്റ് ഗ്രാസ്. അപ്പൊ ഇതും തെറ്റിപ്പോയി. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഉള്ളൂ, 49 സ്റ്റേറ്റ്മെന്റ് മാത്രം. ഓക്കെ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് ബയോമാഗ്നിഫിക്കേഷൻ? ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കുന്നത് ഏതാണ്? നോക്കാം. സൾഫർ ഡൈ ഓക്സൈഡ് ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ മെർക്കുറി Hg ബോഡിക്കകത്ത് വന്നാൽ അത് ബോഡിക്കകത്ത് നിൽക്കും, DDT നിൽക്കും. അപ്പം 2ഉം 3ഉം ആൻസർ ആയിട്ട് വരും. അത് രണ്ടിനും ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ
50 ക്വസ്റ്റിനകത്ത് 37 ക്വസ്റ്റ്യൻ ബോട്ടണിയാണ് കേട്ടോ. 37 ക്വസ്റ്റ്യൻ. സോ CUET-യുടെ ഒരു നിങ്ങളുടെ പരീക്ഷയുടെ വളരെ എളുപ്പമുള്ള ഒരു പേപ്പറാണ്. ഇതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. സുവോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, a national approach to build up a reproductively healthy society was taken up by our country in the year. നമുക്ക് പറയാം family planning program. ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം തുടങ്ങിയത് ഇൻ ദ ഇയർ 1951-ലാണ്. അപ്പോ നമുക്ക് പറയാം 1950s ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാവുന്നത്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. The most accepted line of descent of human evolution. ഹ്യൂമൻ എവല്യൂഷന്റെ മോസ്റ്റ് ആക്സെപ്റ്റഡ്. അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ കാര്യത്തിൽ മാത്രം ഇത് എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ആസ്ട്രോപിത്തേക്കസിനേക്കാളും മുമ്പ് രാമാപിത്തേക്കസ് ഉണ്ട്. അപ്പൊ രാമാപിത്തേക്കസ് അല്ലെങ്കിൽ ഇനി അതിനേക്കാൾ മുമ്പ് വരുന്ന ഡ്രയോപിത്തേക്കസ്. അപ്പൊ എന്തായാലും രാമാപിത്തേക്കസിൽ തുടങ്ങുന്ന ആൻസറേ നമുക്ക് ആൻസർ ആക്കാൻ പറ്റുള്ളൂ. ആസ്ട്രോപിത്തേക്കസ് കഴിഞ്ഞിട്ടല്ല രാമാപിത്തേക്കസ് വരുന്നത്. അപ്പൊ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ആസ്ട്രോപിത്തേക്കസ് പക്ഷെ ഇവിടെ പോയി. സോ ദി ആൻസർ ബിക്കംസ് 3 എന്ന് നമുക്ക് പറയാം. ഓക്കെ. എട്ടാമത്തെ ചോദ്യം, which of the following hormone is not secreted by human placenta? നോക്കുക, HCG, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ആൻഡ് LH. ഇതിൽ ഏതാണ് ഹ്യൂമൻ പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LH is produced from എവിടെന്നാ? പിറ്റ്യൂട്ടറി ആണ്, നോട്ട് ഫ്രം പ്ലാസെന്റ. പ്ലാസെന്റ ഇത് കൂടാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസെന്റൽ ലാക്ടോജൻ ഉണ്ട്. ചെറിയ അളവിൽ റിലാക്സിൻ is also produced. AIDS is caused by HIV. Among the following, which is not a mode of transmission of HIV? Transfusion of contaminated blood HIV വരുത്തും. Sharing of infected needle HIV വരുത്തും. Shaking hands with infected person will never cause a HIV. Sexual contact can cause HIV. അപ്പോൾ നമ്മുടെ ആൻസർ can be 3, right? മിയർ കോണ്ടാക്ട്, നമുക്ക് ഹാൻഡ് ടു ഹാൻഡ് കോണ്ടാക്ട് ഒന്നും എയ്ഡ്സ് പകർത്തില്ല. ക്വസ്റ്റ്യൻ നമ്പർ 11, എമർജൻസി കോൺട്രാസെപ്റ്റീവ്. അൺവാണ്ടഡ് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനുള്ള എമർജൻസി കോൺട്രാസെപ്റ്റീവ് ഇസ് ഇഫക്റ്റീവ് 72 hours ഓഫ് സെക്ഷുവൽ റിലേഷൻസ്. സെക്ഷുവൽ ഇന്റർകോഴ്സ് കഴിഞ്ഞ് 72 മണിക്കൂറിനുള്ളിൽ കഴിക്കേണ്ട ഗുളികയാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ്. സാധാരണ നമ്മൾ ഐപിൽ എന്നൊക്കെ പറയുന്നത് ഇസ് എൻ എമർജൻസി കോൺട്രാസെപ്റ്റീവ്. ആൻസർ 1. സ്മാക്ക്, 18ാമത്തെ ക്വസ്റ്റ്യൻ. 18th ക്വസ്റ്റ്യൻ, നമ്മൾ സ്മാക്ക് എന്ന് പറയുന്നത് വാട്ട് എക്സാക്ട്ലി ഈസ് എ സ്മാക്ക്? ഇസ് എ ഡ്രഗ് ഒബ്റ്റൈൻഡ് ഫ്രം, ഏത് പ്ലാന്റിൽ നിന്നാണ് സ്മാക്ക് എന്ന് പറഞ്ഞ ഡ്രഗ് നമുക്ക് കിട്ടുന്നത്? Papaver somniferum, leaves of cannabis, fruit of erythroxylum coca and flowers of datura. Smack എന്ന് പറഞ്ഞാൽ ഹെറോയിൻ ആണ്, അസറ്റൈൽ മോർഫീൻ ആണ്. മോർഫീൻ is obtained from poppy plant, Papaver somniferum. So the answer is a 1 എന്ന് നമുക്ക് പറയാം. Okay. Which of the following is a marine fish? കടലിൽ കാണുന്ന മീൻ, right? റോഹു ഫ്രഷ് വാട്ടർ ആണ്, കട്ല ഫ്രഷ് വാട്ടർ ആണ്, കാർപ്പ് ഫ്രഷ് വാട്ടർ ആണ്. ഹിലിസ ആക്ച്വലി ഇസ് കൺസിഡേർഡ് ആസ് എ മെറൈൻ ഫിഷ്. ചില സീസണിൽ അത് ഈ എസ്റ്റുറിയിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഹിലിസ ഇസ് കൺസിഡേർഡ് ആസ് എ മെറൈൻ ഫിഷ് ആണ്. ഹിലിസ നമ്മൾ ഈ നോർത്തില് ബംഗാൾ, ഒറീസ, ദെൻ അസാം അവിടെയെല്ലാം ഉള്ള ഭയങ്കര ഡെലിക്കസി ഉള്ള മീനാണ് ഹിലിസ. ഓക്കെ, സോ ആൻസർ ഇസ് 2. മെംബ്രെയിനസ് കവർ ഓഫ് ദി ഓവം അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ. ഓവുലേഷന്റെ സമയത്ത് ഓവത്തിന് ചുറ്റുമുള്ള മെംബ്രെയിനസ് കവറിംഗ് ഈസ് എ കൊറോണ റേഡിയേറ്റ എന്ന് നമുക്ക് പറയാം. 30. Evolution of life shows life forms had a trend to moving from water to land. ലൈഫിന്റെ originated in water, അവിടെ നിന്ന് ഗ്രാജുവലി നമ്മൾ കരയിലേക്ക് വരിക ചെയ്തത്.
ലൈഫ് ഓൾവേസ് ഒറിജിനേറ്റഡ് ഇൻ വാട്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇൻബ്രീഡിങ് 34 ഇൻബ്രീഡിങ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ആനിമൽ ഹസ്ബൻഡറി. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് എന്നത്? ഇൻബ്രീഡിങ് ഈസ് ഡൺ ടു ഇൻക്രീസ് ഹോമോസൈഗോസിറ്റി. ഒരേപോലത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് നടത്തുന്നത്. ഇൻബ്രീഡിങ് ഇസ് ക്യാരിഡ് ഔട്ട് ഇൻ ആനിമൽ ഹസ്ബൻഡറി ടു ഇൻക്രീസ് ഹോമോസൈഗോസിറ്റി. അപ്പൊ നമുക്ക് ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു മെയിലും ഹൈ ഈൽഡിങ് ഒരു ഫീമെയിൽ ഉണ്ടെങ്കിൽ അതേ ക്യാരക്ടറുള്ള കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻബ്രീഡിങ് ചെയ്യുന്നത്. 36 മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ട്രോഫോബ്ലാസ്റ്റ്, ക്ലീവേജ്, ഇന്നർ സെൽ മാസ്, ഇംപ്ലാന്റേഷൻ. ഇന്നർ സെൽ മാസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഡിഫറൻഷിയേറ്റ് ഇൻടു ദി എംബ്രിയോ. C2. Then മൈറ്റോട്ടിക് ഡിവിഷൻ ഓഫ് ദ സൈഗോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലീവേജ്. B4. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി എംബെഡിങ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു ദ എൻഡോമെട്രിയം. D1. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ലെയർ ഓഫ് ദ ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ടു ദി എൻഡോമെട്രിയം. A3. 3, 4, 2, 1 ഉള്ള എത്ര ഉണ്ട് നോക്കാം. 3 രണ്ടെണ്ണം ഉണ്ട്. 3, 4, 2, 1 ഒരെണ്ണേ ഉള്ളൂ. സോ ദി ആൻസർ ഈസ് 2. ഓക്കെ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 37. The method of directly injecting sperm into the ovum in assisted reproductive technology is called intracytoplasmic sperm injection. ICSI. Intracytoplasmic sperm injection. 41. Which one of the following is not a male accessory gland? Seminal vesicle male accessory gland ആണ്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് മെയിൽ ആക്സസറി ഗ്ലാൻഡ് ആണ്. ബൾബോയൂറിത്രൽ ഗ്ലാൻഡ് മെയിൽ ആക്സസറി ഗ്ലാൻഡ് ആണ്. ആംപ്യൂള എന്ന് പറയുന്നത് ഓവിഡക്ട് ഫലോപ്പിയൻ ട്യൂബിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അത് മെയിൽ ആക്സസറി ഗ്ലാൻഡിൽ വരുന്നതല്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പേപ്പറിൽ സുവോളജി ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്കുള്ളത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഒന്നത് റീവർക്ക് ചെയ്യുക, എന്തുകൊണ്ട് തെറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.